യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. രക്ഷയെ അങ്ങ് വാഴ്ത്തുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഓരോ നിമിഷവും ഹല്ലേലൂയ അതിശയകരമായി അത്ഭുതകരമായിട്ട് നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം ഹല്ലേലൂയ ഈ പൽക്കാലം നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ഒരു നാളും ഹല്ലേലൂയ കൈവിടാത്ത ഒരു അരുമരക്ഷ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലം ആ ഒരു ഉറപ്പോടെ ആയിരിക്കുക. കർത്താവ് നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഈ പകൽക്കാലം പകരുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവത്തിന്റെ കൃപയും ശക്തിയും പ്രാപിച്ചുകൊണ്ട് ഈ പൽക്കാലം ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കട്ടെ. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും ഭാരപ്പെടേണ്ട, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശോപ്പ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കൈവിട്ട അനുഭവത്തിലായിരിക്കാം. ചേർത്ത് നിർത്തേണ്ടവ, സ്തോത്രം, നിങ്ങളെ ഒരുമിച്ച് നിർത്തേണ്ടവ പലരും നിങ്ങളെ കൈവിട്ട അനുഭവത്തിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. അത് എല്ലാവരും ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം, അവഗണന അനുഭവിക്കുന്ന അനുഭവത്തിലായിരിക്കാം ഇന്ന് പകൽക്കാലം കടന്നു പോകുന്നത്. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞാൽ, ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിങ്ങളെ അവഗണിച്ച് കളഞ്ഞാലും, നിങ്ങളെ അവഗണിച്ച് കളയാത്ത, നിങ്ങളെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു അരുമരക്ഷ നമുക്ക് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ ജീവിതയാത്രയിൽ. ഹല്ലേലൂയ. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത യേശുപ്പച്ച നമ്മുടെ കൂടെയുണ്ട്. ലോകം നിന്നെ കൈവിട്ട് കളയുമ്പോൾ, ആരൊക്കെ നിന്നെ കൈവിട്ട് കളയുമ്പോൾ, ഞാൻ പൽക്കാലം പറയട്ടെ, സ്തോത്രം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു കർത്താവ് കൂടെയുണ്ട്. ആ ഒരു ഉറപ്പും ധൈര്യത്തോടും ഈ പൽക്കാലം മുന്നോട്ട് യാത്ര ചെയ്യുക. കർത്താവിന്റെ കരം നിന്നെ പിടിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതേ സ്തോത്ര. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരേണ്ട ഏറ്റവും വലിയൊരു ഉറപ്പാണ്, ഏറ്റവും വലിയൊരു ധൈര്യമാണ്, ഒരു പ്രത്യാശയാണ്. ഈ ലോകത്തിലുള്ള ആരൊക്കെ എന്നെ കൈവിട്ട് കളഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, എന്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ച് കളയില്ല. എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ എനിക്ക് സ്വർഗത്തിലുണ്ട് എന്നൊരു ഉറപ്പ് നിന്റെ ജീവിതത്തിനകത്ത് വന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് നിരാശ കടന്നു വരത്തില്ല. ഹല്ലേലൂയ. നീ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ അതിന്റെ മധ്യത്തെ ഹല്ലേലൂയ നിന്റെ മുഖം വാടാതെ വണ്ണം, നീ ക്ഷീണിച്ചു പോകാതെ, നീ തളർന്നു പോകാതെ കർത്താവിൽ നിന്ന് ബലം പ്രാപിച്ചുകൊണ്ട് മുന്നേറാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില തിരിച്ചറിവിലേക്ക് നാം കയറേണ്ട ഒരു കാലഘട്ടം അത്ര. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇന്ന് ലോകം പലരെയും നമ്മെ ചേർത്ത് പിടിക്കേണ്ടവരും നമ്മെ കൂടെ നിർത്തേണ്ടവരൊക്കെയും പലരെയും പല സാഹചര്യങ്ങൾ മധ്യേ കൈവിട്ട് കളയുന്ന ഒരു അനുഭവമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ടൈമിനകത്ത്, ആ ഒരു നിമിഷത്തിനകത്ത് ചിന്തിക്കുന്ന ഒരു അനുഭവമാണ്: എനിക്കിനി ആരുമില്ല, എന്റെ മുമ്പിൽ ഇനി ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല, എന്തെങ്കിലും ചെയ്ത് എന്റെ ജീവിതത്തെ നശിപ്പിക്കുക എന്നല്ലാതെ എന്റെ മുമ്പിൽ മറ്റൊന്നുമില്ല. പക്ഷെ ഇല്ല പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു കർത്താവ് കൂടെയുണ്ട്. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു അപ്പ കൂടെയുണ്ട്. ഹല്ലേലൂയ.
ആ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും യാഗമായി കൊടുത്ത ഒരു കർത്താവ്, തന്റെ മാറിടം കുത്തിപ്പിളർക്കേണ്ടതിനായി വിട്ടുകൊടുത്ത ഒരു യേശു കർത്താവ് ആ മാറോട് നിന്നെ ചേർത്ത് പിടിക്കും. ലോകം നിന്നെ കൈവിട്ട് കളയുമ്പോ, നിന്റെ അപ്പൻ നിന്നെ ഉപേക്ഷിച്ച് കളയുമ്പോ, അപ്പനും അമ്മയും ഉപേക്ഷിച്ച് കളയുമ്പോ, നിന്റെ ഉറ്റ സ്നേഹിതന്മാർ ഉപേക്ഷിച്ച് കളയുമ്പോ, നിന്റെ കൂടപ്പറപ്പ് നിന്നെ കൈവിട്ട് കളയുമ്പോഴും കൈവിട്ട് കളയാൻ കഴിയാത്തൊരു കർത്താവ്, നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്ത അപ്പൻ നിന്റെ തന്റെ മാറോട് ചേർത്ത് അണയ്ക്കുവാനായിട്ടിടയത്തിലും നിന്നെ ഒന്നിങ്ങനെ തലോടി പിടിക്കുവാനായിട്ടിടയത്തിലും ഈ പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. ആ ഒരു കർത്താവിന്റെ കരം ഹല്ലേലൂയ. ഉറ്റ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തിയാണോ? ഉറ്റ സാന്ത്വനത്തിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വേദനിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ഒരു വ്യക്തിയാണോ? ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആരെയൊക്കെയോ ആ കർത്താവിന്റെ സ്നേഹം കൊണ്ട് ഇന്ന് പകൽക്കാലം പൊതിയുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന് നിന്നെ കൈവിട്ട് കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വില കൊടുത്തവനെ നമുക്കറിയാം. നമ്മൾ വില കൊടുത്ത് വാങ്ങിയ ഒരു കാര്യത്തിനെ എന്ത് ചെയ്യുന്നു? ഒരിക്കലും നമ്മൾ അതിനെ നഷ്ടപ്പെട്ടു പോകാനായിട്ട്, അത് ഇല്ലാതായി പോകാനായിട്ട് നാം അനുവദിച്ചോട്ടില്ല. മാക്സിമം നമ്മെ കൊണ്ട് എത്രത്തോളം അതിനെ സ്തോത്രം സൂക്ഷിക്കാൻ പറ്റുമോ, എത്രത്തോളം അതിനെ കേട് പറ്റാതിരിക്കുവാൻ സ്തോത്രം നാം ശ്രദ്ധിക്കുമോ? ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു യേശു കർത്താവുണ്ട്. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിക്കൊടുത്ത കർത്താവിനെ, നിന്റെ ജീവന് പകരമായി മറുവില കൊടുത്ത ഹല്ലേലൂയ യേശു കർത്താവ്, ആ കർത്താവിന് നിന്നെ കൈവിട്ട് കളയാൻ കഴിയത്തില്ല. ഇവിടെ ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ പകൽക്കാലം നാം പ്രാപിക്കേണ്ട ഉറപ്പ്, നാം പ്രാപിക്കേണ്ട ധൈര്യം അതത്രേ സ്തോത്രം. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു കൊള്ളട്ടെ, പക്ഷെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു ഒപ്പനുണ്ട്, എന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു യേശു ഒപ്പനുണ്ട് എന്നുള്ള ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വന്ന നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയും, എന്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. ദാവീദ് പറയാണ്, എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു, എങ്കിലും ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നതിന്റെ അമ്മ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ലെന്ന് അരുളിയ ദൈവം. പ്രിയ ദൈവമക്കളെ, അപ്പനും അമ്മയെ ഉപേക്ഷിച്ചിരിക്കുമ്പോഴും തന്റെ ഭക്തനായിരിക്കുന്ന ദാവീദിനൊരു ഉറപ്പുണ്ട്, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം, ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു കൊള്ളട്ടെ, ആരൊക്കെ എന്നെ കൈവിട്ട് കളഞ്ഞു കൊള്ളട്ടെ, പക്ഷെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ എന്നെ കൈവിട്ട് കളയില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? കാരണം എന്താ? ദാവീദിനൊരു ഉറപ്പുണ്ട്. അപ്പനും ഇല്ല, അമ്മ അടുത്തില്ലാതിരിക്കുമ്പോഴും, വനാന്തരത്തിൽ അപ്പന്റെ ആടുകളെ മേച്ച് വിശ്വസ്തനായിട്ട് നിൽക്കുമ്പോഴും ഹല്ലേലൂയ താൻ ചെന്ന് കിടന്ന് ഉറങ്ങുകയല്ല ചെയ്തത്, മറിച്ച് അപ്പന്റെ സ്നേഹത്തോട് കൂടി നിന്നു. ആരുടെ നിർബന്ധമില്ല ആരാധിക്കുവാൻ. കിട്ടുന്ന സമയമൊക്കെയും ആ അപ്പനെ ആരാധിച്ച ദാവീദ് അറിയാൻ തനിക്ക് സ്തോത്രം ആരും അവിടെ ഇല്ല. ആ രാത്രിയുടെ യാമത്തിൽ ഇല്ലെങ്കിൽ തന്നെ കടിച്ചു കയറാൻ പലതും തന്റെ മുമ്പാകെ കടന്നു വരുമ്പോ, വനാന്തരങ്ങളിൽ ഏകാന്തത അനുഭവിക്കുമ്പോഴും, അവിടെ ആരും തന്റെ സഹായത്തിനായിട്ടില്ലാതിരിക്കുമ്പോഴും തന്റെ അടുക്കൽ വന്ന് തന്നെ ചേർത്ത് പിടിച്ച ഹല്ലേലൂയ ഒരു യേശു കർത്താവിന്റെ അപ്പന്റെ സ്നേഹം അറിഞ്ഞ ദാവീദ് പറയുന്നുണ്ട്, അപ്പൻ ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു, ശരിയാ, എങ്കിലും എന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അതെവിടെ കാണുന്നു? എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്രം ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ നിന്നെ കൈവിട്ടുകൊള്ളട്ടെ, നിന്നെ ചേർത്തണയ്ക്കേണ്ടവ, നിന്നെ ചേർത്ത് പിടിക്കേണ്ടവ, നിന്നെ കൂടി കൈ താങ്ങേണ്ടവ, നിന്നെ സഹായിക്കേണ്ടവ, നിന്നെ കരം പിടിച്ച് കയറ്റിക്കൊണ്ട് വരേണ്ടവരൊക്കെയും നിന്നെ കൈവിട്ട് കളഞ്ഞെന്നിരിക്കാം. സ്തോത്രം. നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെന്നിരിക്കാം, ഒരു ഉറ്റ സ്നേഹം നിനക്ക് തരാതിരുന്നെന്നിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അപ്പൻ അഭയം പ്രാപിച്ച് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്നെ പൊതിയുന്ന ഒരു സ്നേഹമുണ്ട്, നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ആ കരം നിന്നെ ഈ പകൽക്കാലം പിടിക്കുവാനായിട്ടിടയെത്തിരും. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പന്റെ ചിറകിന്റെ മറവിൽ അഭയം പ്രാപിച്ചു വരുന്നവരെ കർത്താവ് തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ആ
സങ്കീർത്തനത്തെ സ്തോത്രം മത്തായി 28-20 ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് എല്ലാ നാളും കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയതേ മക്കൾ, നമ്മൾ പാട്ടുകൾ പാടി വെറുതെ വിടുക്കാനല്ല പറഞ്ഞ, എന്റെ യേശു കർത്താവ് എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നാം സ്തോത്രം ഹല്ലേലൂയ ആ യേശു കർത്താവിന് നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട്, ആ യേശുവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനായിട്ട്, ആ അപ്പം നമ്മെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ട സാഹചര്യത്തിൽ എല്ലാം സ്തോത്ര അപ്പം നമ്മെ ചേർത്ത് പിടിക്കേണ്ടതിനായിട്ട് നാം ആ കർത്താവുമായിട്ട് ചേർന്ന് നടക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്തോത്രം നിന്നെ പൊതിയുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിന്റെ ജീവിതത്തിനകത്ത് കടലിൽ കൂടി കടന്നു പോകുമ്പോ ഒറ്റ നിമിഷത്തിനകത്ത് തന്റെ ജീവിതത്തിൽ ഭയം വന്നപ്പോ കൈനെത്തി പിടിച്ച ഒരു കർത്താവിനെ കാണാൻ സാധിക്കുന്നു. എനിക്ക് നീ വീണ് പോകും, നീ തകർന്നു പോകുമെന്ന് തോന്നുന്ന ഒരു ടൈമിനകത്ത് നിന്റെ കരം പിടിക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവ് അരികത്തുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ യേശുവിന്റെ സ്നേഹത്തെ കർത്താവ് നിങ്ങളുടെ മേൽ പകരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഒരു നാൾ കൈവിടത്തില്ല. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നിരാശ വിട, നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാക്ക്, ധൈര്യപ്പെടാൻ തയ്യാറാക്ക്. സ്തോത്രം ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിന്നെ ഒരു നാൾ കൈവിട്ട് കളയല്ലോ, ഉപേക്ഷിച്ച് കളയത്തില്ല. സ്തോത്രം നാം കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് ഇടയായി തീർണം. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, നാം പലപ്പോഴും പിക്ചർ പലപ്പോഴും കാണാറുണ്ട്. സ്തോത്രം ഒരു അമ്മ കുഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തീ അതിന് ആ കൂട്ടിന്റെ അടുത്ത് അമ്മ കുഞ്ഞിരിക്കുന്ന അടുത്ത് വന്ന് തീ പടർന്നു പിടിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ ആ ചിറകിന്റെ കീഴിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ അമ്മ കാണിച്ച ഒരു കാര്യമുണ്ട്, ആ ചിറകുകൾ എത്രത്തോളം വിടർത്തി വയ്ക്കാമോ അത്രത്തോളം വിടർത്തി വച്ചിട്ട് ആ ചിറകിന്റെ കീഴിൽ ആ കുഞ്ഞുങ്ങളെല്ലാം മറയ്ക്കുവാനായിട്ട് ഇടയെത്തുന്നു. ആ അമ്മക്കോടി അവിടെ ഇരുന്ന് വെന്ത് ചാവാനായിട്ട് ഇടയെത്തുന്നപ്പോ അല്പസമയം കഴിഞ്ഞപ്പോ ആ കുഞ്ഞുങ്ങളൊക്കെയും ജീവനായിട്ട് പുറത്തു വരുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, 2025 വർഷത്തിനു മുമ്പായിട്ട് ആ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ രണ്ട് കൈകൾ വിരിച്ചുകൊണ്ട്, രണ്ട് കരത്തിൽ കൈകളിൽ ആണികൾ അടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന് നിന്നെ കൈവിട്ട് കളയാനായിട്ട് കഴിയത്തില്ല. ആ കർത്താവിന് നിന്നെ ഉപേക്ഷിച്ച് കളയാനായിട്ട് കഴിയത്തില്ല. ആ കർത്താവിന്റെ ചിറകിന്റെ മറവിലേക്ക് നീ അഭയം പ്രാപിച്ചു വരുവാനായിട്ട് ഇടയെത്തുമ്പോ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ അണച്ചു പിടിക്കുന്ന ഹല്ലേലൂയ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ ആ കർത്താവിന്റെ സ്നേഹം നമ്മെ ഒന്ന് തൊടാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്ര ആ കർത്താവിന്റെ സ്നേഹം നമ്മെ ഒന്ന് പൊതിയാനായിട്ട് ഇടയായി തീരട്ടെ. നാം പലപ്പോഴും നിലവിളിക്കാറില്ല, എനിക്ക് ആരുമില്ല കർത്താവേ, എന്റെ കൂടെ ആരുമില്ല. പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ ആരുമില്ലെങ്കിൽ കർത്താവ് നിന്റെ കൂടെയുണ്ടോ അവിടെ നീ ജയിക്കാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഈ ലോകത്തിൽ ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ നിന്നെ സഹായിക്കാൻ കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷെ അവിടെയും നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഡോക്ടർമാർ നമ്മെ കൈവിട്ട് കളഞ്ഞെന്നിരിക്കാം. സ്തോത്രം. ഇനി ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കാം. നീ ജോലി ചെയ്യുന്ന ഓഫീസിലുള്ളവർ നിന്നെ കൈവിട്ട് കളയുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നിരിക്കാം. സ്തോത്ര. നീ എവിടെയൊക്കെ ചെന്ന് ഈ ലോകത്തിൽ ആരെയൊക്കെ ആശ്രയിക്കുന്നോ അവരൊക്കെയും ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് നിന്നെ കൈവിട്ട് കളയുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നിരിക്കാം. പക്ഷേ അവിടെയൊക്കെയും സ്തോത്രം, മകനെ മകളെ, ഞാൻ നിന്നെ കൈവിടക്കില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയില്ല, നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി നിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് നിന്റെ മനസ്സിന് വേണ്ട ധൈര്യം തന്ന് നിന്റെ മനസ്സിന് വേണ്ട ഉറപ്പ് തന്ന് നിന്നെ ജയത്തോടെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കാലം സ്തോത്ര ഹല്ലേലൂയ ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. എന്നെ ചേർത്ത് പിടിക്കുന്ന ഹല്ലേലൂയ ആരൊക്കെയോ പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാല ആ കർത്താവിന്റെ മാറോടൊന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു പൽക്കാലം അത്രേ. ഒരുറ്റ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഹല്ലേലൂയ അവരുടെ ഉള്ളിലൊക്കെയും ഹല്ലേലൂയ ഈ പകൽക്കാലം ആ കർത്താവിന്റെ സ്നേഹത്തെ കർത്താവ് അളവ് കൂടാത്ത വേണം ഹല്ലേലൂയ ആ സ്നേഹനിധിയായിരിക്കുന്ന മാറി നിന്നുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ നിന്റെ മേൽ പൊതിഞ്ഞു തന്നുകൊണ്ട് ആ കർത്താവിന്റെ ചൂടടയ കർത്താവ് നിന്റെ മേൽ പകരുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ ലൈഫിനെ കർത്താവ് മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം.
ഇനി നിങ്ങളെ ഭരിക്കാൻ ഇടയാകത്തില്ല, എനിക്കാരുമില്ല എന്നുള്ള ചിന്ത. പ്രിയ മക്കളെ, നമ്മുടെ കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു ധൈര്യം ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഭരിക്കട്ടെ. സ്തോത്ര. നിന്റെ നിരാശകളെ ദൈവത്തമ്പുരാൻ മാറ്റുവാനായിട്ട് ഇടയത്തരും. നിന്റെ ഭവനത്തിലുള്ളവർ നിന്നെ കൈവിട്ട് കളയുന്ന സാഹചര്യം കാണുമായിരിക്കാം. സാഹചര്യ മുഖാന്തരമായിട്ട് നിന്നെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്തിനും ഏതിനും നിന്നെ കുറ്റം മാത്രം പറഞ്ഞ് നിന്നെ ഒരു മൂലയ്ക്കകത്ത് ഇരുത്തുവാനായിട്ട് നോക്കുമ്പോഴും നീ അവിടെ ചെന്ന് ആരും കാണാതെ ആ റൂമിനകത്തിരുന്ന് ഒറ്റയ്ക്ക് കരയും പോലും, സ്തോത്രം, നിന്റെ അരികത്ത് വന്നിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു യേശു കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം, ആ കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, ഈ പകൽക്കാലം ആരെയൊക്കെ തൊടുകയാ. ഹല്ലേലൂയ, സ്തോത്രം. കൈവിടപ്പെട്ട ചിലതിന്റെ മേൽ ആ കർത്താവിന്റെ സ്നേഹത്തെ ദൈവം ഇന്ന് ഇമ്പാർട്ടേഷൻ ചെയ്യാൻ പോകുക. കാൽവരിയിലേക്ക് നോക്കിയാൽ മതി. നീ എവിടെയെങ്കിലുമൊക്കെ കൈവിട്ടു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് കടന്നു വരുമ്പോ എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് ആ കാൽവരി ക്രൂശി കടന്ന് വേദന അനുഭവിച്ചതായ എന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട് ആ വേദന അനുഭവിച്ചതായ ആ കർത്താവിന്റെ മുഖത്തെ ഒന്ന് ദർശിക്കുവാൻ കഴിഞ്ഞാ നിന്റെ ലൈഫ് ചേഞ്ച് ആകുവാനായിട്ട് ഇടയത്തിന്. നീ അടുത്തൊരു ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കയറുവാനായിട്ട് ഇടയത്തിന്. സ്തോത്രം. പ്രിയതേ മക്കളെ, പലപ്പോഴും ആ കർത്താവിലേക്ക് നമുക്കൊന്ന് വേണ്ടുമെന്ന കടന്നു വരുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹത്തെ ആഴമായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ നാം അകന്നു നിൽക്കുന്നവർ കൊണ്ടാണ്, ആ ലോകത്തെ നാം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ലോകം നമ്മെ കൈവിട്ട് കളയുമ്പോ നാം അനാഥത്വത്തിലേക്ക് നാം കടന്നു പോകുവാനായിട്ട് ഇടയായിരുന്നു. മറിച്ച് ലോകത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്, ലോകത്തിലുള്ളതിനെ നാം സ്തോത്രം ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആശ്രയം പൂർണ്ണമായി കർത്താവിലേക്ക് വയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയ മക്കളെ, ഈ ലോകം നമ്മെ കൈവിട്ട് കളയുമ്പോ നാം നിരാശപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. രക്തത്താജയം. ഹല്ലേലൂയ. ഇപ്പോഴെല്ലാം നാം ചിന്തിക്കുക, നമ്മുടെ ആശ്രയം ആരിലാണ്? സ്തോത്രം. ഇവിടെ ദാവീദ് നാം വായിച്ച ഭാഗത്ത് കാണിച്ചു, അപ്പനും അമ്മയെ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ കൈവിട്ട് കളഞ്ഞു. പക്ഷെ തന്റെ മനസ്സിനകത്ത് ഒരു ധൈര്യമുണ്ട്. എന്തേ? താൻ അപ്പനെയും അമ്മയെ നോക്കിയല്ല സ്തോത്രം കർത്താവിന് വേണ്ടി നിന്നത്. തന്റെ സഹോദരങ്ങളെ നോക്കിയല്ല ദാവീദ് നിന്നത്. താൻ നോക്കിയത് ആരെയാ? കുരുണ്ട അനുഭവത്തിലും വഴി നടത്തുവാൻ കഴിയുന്ന, പച്ചപ്പുൽപ്പുറങ്ങളെ കൂടി നടത്തുവാൻ കഴിയുന്ന, മരണ താഴ്വരെ കൂടി കടന്നു പോയപ്പോഴും തന്നെ കരം പിടിച്ച് നടത്തിയ ആ യേശുപ്പനിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയെത്തുന്ന ആ സർവശക്തനായ ദൈവത്തിൽ എത്ര ആശ്രയിക്കാനായിട്ട് ഇടയെത്തുന്നത്. അതുകൊണ്ട് തന്റെ പൈത്തൻ പറഞ്ഞത്, സ്തോത്രം, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആരൊക്കെ നിന്നെ കൈവിട്ടാൽ, നിന്നെ ഇന്ന് കൈപിടിച്ച് നടക്കുന്നവർ അനേകം പേർ കാണുമായിരിക്കും. പക്ഷെ ഒരു സാഹചര്യം മാറുമ്പോ, നിന്റെ കരത്തിൽ ഒന്നുമില്ല എന്ന് തോന്നുമ്പോ, നിന്റെ സഹായം അവർക്ക് ജീവിതത്തിൽ ലഭിക്കത്തില്ല എന്ന് തോന്നുമ്പോ, നിന്റെ ശൂന്യത, നിന്റെ കരങ്ങൾ ശൂന്യതായി തീരുമ്പോ, നിന്നെ കരം പിടിച്ച് നടക്കുന്നവർ നിന്റെ കൈവിട്ടു പോയെന്നിരിക്കാം. സ്തോത്രം. പക്ഷേ നിന്റെ ഇല്ലായ്മയുടെ മധ്യത്തിലും, നിന്റെ വേദനയുടെ മധ്യത്തിലും, നിന്റെ ഒറ്റപ്പെടന്റെ മധ്യത്തിലും, നിന്റെ തകർച്ചയുടെ മധ്യത്തിലും, നിന്റെ രോഗശയ്യയിലും നിന്നെ കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ കർത്താവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആ കർത്താവിന്റെ സ്നേഹമാണ് നിന്റെ മേൽ ഇന്ന് പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പകൽക്കാല ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എവിടെയൊക്കെ കൈവിടപ്പെട്ട അതിന്റെ വേദന നിന്നെ ഒത്തിരി മുറിവേൽപ്പിക്കുന്നില്ലേ? ഒത്തിരി വേദനിപ്പിക്കുന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം എന്ന് ചോദിക്കുന്നില്ലേ? സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ ലോകത്തിലുള്ളതിനല്ല നാം ആശ്രയിക്കേണ്ടത്. നാം ആശ്രയിക്കുവാൻ നമുക്കൊരു സ്വർഗത്തിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി തന്റെ സ്വന്തം പുത്രനെ ഒന്നും നോക്കാതെ ഏൽപ്പിച്ചു തന്ന ഒരു പിതാവുണ്ട്. ആ പുത്രനോ നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ആ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. ആ കൈകൾ അങ്ങനെ വിരിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ആണികൾ അടിക്കേണ്ടതിനായിട്ട്. സ്തോത്രം. നീ ലോകത്തിലുള്ളവർ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും മനസ്സ് വെക്കാതിരിക്കുമ്പോ, ആ മാറി വന്ന് ചേരുന്നതിന് വേണ്ടിയൊക്കെയും എന്റെ അപ്പൻ ഹല്ലേലൂയ സ്തോത്രം കരം വിരിച്ചു കൊടുത്തു, ആണികൾ അടിക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. തന്റെ മാറ് തുറന്നു കൊടുത്തു, കൊണ്ട് കുത്തേണ്ടതിനായിട്ട്. ആ മാറിന്റെ ചൂട് നിന്റെ മേൽ പകരേണ്ടതിനായിട്ട്, ആ സ്നേഹത്തെ നിന്റെ മേൽ പൊതിയേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. ഒരു ഉറ്റ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേർ കാണും.
അവർക്കൊരു ചൂടടയാളം കൊടുക്കേണ്ടതിനായിട്ട്, ആ സ്നേഹത്തെ പകരേണ്ടതിനായിട്ട്, ആ ഉള്ളിലുള്ള സ്നേഹത്തെ എന്തെന്ന് വെളിപ്പെടുത്തേണ്ടതിനായിട്ട്, തൻ്റെ മാറു കുത്തിത്തുളർക്കേണ്ടതിന് വേണ്ടി എൻ്റെ കർത്താവ് അനുവദിച്ചു കൊടുത്തുവെങ്കിൽ, പ്രിയതേ മക്കളെ, ആ കർത്താവിന്റെ ചൂടടയാളം നിന്റെ മേൽ ഇന്ന് പകരുവാനിട്ടിടയെ തരും. സ്തോത്രം. ഇപ്പോൾ കാലം ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന് അസാധാരണമായിരിക്കുന്ന ആ കർത്താവിന്റെ ഒരു സ്നേഹത്തെ ദൈവം ഇന്ന് പകരുകയാ. കൈവിടപ്പെട്ടതിന്റെ വേദന കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് അനുഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നുറുക്കിയപ്പോ കൂടെ എല്ലാവരും നടന്നു, അത്ഭുതങ്ങൾ ചെയ്തപ്പോ എല്ലാവരും കൂടെ നടന്നു. പക്ഷേ താൻ വേദന അനുഭവിച്ച സമയത്ത് തന്റെ കണ്ണുനീർ പോലും തുടയ്ക്കുവാൻ ആരുമില്ലാതെ താൻ ഒറ്റയ്ക്ക് കിടന്ന് വേദന അനുഭവിച്ചതിന്റെ വേദന, സ്വർഗത്തിലെ പിതാവ് കൂടെ നമുക്ക് വേണ്ടി ഒരു അല്പനിമിഷം തന്റെ പുത്രനെ വിട്ടുകളഞ്ഞപ്പോ താൻ അനുഭവിച്ച വേദന എന്തെന്ന് മനസ്സിലാക്കിയ യേശു കർത്താവ്. ഹല്ലേലൂയ. പ്രിയതേ പൈതലേ, നിന്നെ കർത്താവ് കൈവിട്ട് കളയത്തില്ല, കൈവിട്ട് കളയാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിലയുടെ ഹല്ലേലൂയ മൂല്യം വലുതാണെങ്കിൽ പ്രിയതേ മക്കളെ, അതിനെ ഉപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കിട്ടാൻ പറ്റാത്ത ഒരു വിലയത്ര എൻ്റെ യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊടുത്തത്. സ്തോത്രം. അങ്ങനെ പ്രിയതേ മക്കളെ, ഈ പൽക്കാലം ഞാൻ പറയട്ടെ, എനിക്ക് ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എന്നെ എല്ലാവരും കൈവിട്ടല്ലോ എന്ന ഒരു ഫീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ചില ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം ചിലപ്പോൾ ഈ പകൽക്കാലം ഈ ശബ്ദം ശ്രവിക്കുന്നത്. എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് ഇത് വന്ന്? സ്തോത്രം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില പ്രതിസന്ധികളായിരിക്കാം നിങ്ങളെ മറ്റുള്ളവർ കൈവിടപ്പെടുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ ആ കാൽവരി ക്രൂശി നോക്കിയാൽ മതി, വേദന അനുഭവിച്ചപ്പോ, ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോയപ്പോ എൻ്റെ യേശു കർത്തനെ കൈവിട്ട് കളഞ്ഞുവെങ്കിൽ, പ്രിയതേ മക്കളെ, നിന്റെ ജീവിതത്തെ വേദനകൾ കടന്നു വരുമ്പോ ഈ ലോകം നിന്നെ ചേർത്ത് പിടിക്കത്തില്ല, ലോകം നിന്നെ കൂടെ നിർത്തത്തില്ല. കാരണം അവർക്കതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷേ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു കർത്താവ് നിന്നെ ഒരു നാൾ കൈവിട്ട് കളയില്ല. ഈ പകൽക്കാലം സ്തോത്രം, ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലേക്കൊന്ന് പകരട്ടെ. ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും നിന്നെ കൈവിടാത്ത ഒരു അനുരക്ഷൻ കൂടെയുണ്ട്, നിന്നെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് നിന്നെ ഇന്ന് സ്നേഹം കൊണ്ട് പൊതിയുന്ന പകൽക്കാലം അത്ര. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ സ്തോത്രം. കൈവിടപ്പെട്ടതിന്റെ ആ ഒരു ഉള്ളിക്കടന്ന് വെമ്പൽ കൊള്ളുന്ന ഒരു വേദന, സ്തോത്രം, ചില മുറിവേറ്റ അനുഭവങ്ങളെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുത്ത് കളയുക. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. നിന്നെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അനർത്ഥ ദിവസത്തെ അവൻ തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ മറച്ച് പാറമേൽ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദൃഢനിശ്ചയം തന്റെ ഭക്തനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പറയണം, സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ഒരു കർത്താവ്. അപ്പനും അമ്മയും മറന്നു പോയപ്പോഴും മറക്കാത്തൊരു ദൈവം ദാവീദിനുണ്ടായിരുന്നു. ആ ദാവീദിനെ തേടി വന്ന ഒരു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ശൗലിനോട് വിട്ട് ചോദിച്ചു, നിന്റെ എല്ലാ മക്കളും തീർന്നോ എന്ന്. ഹല്ലേലൂയ. ശമൂവേലിനെ കൊണ്ട് ശൗലിനോട് സ്തോത്രം, ഇസായിയോട് ചോദിക്കാനായിട്ട് ഇടയായി തീർന്നപ്പോ ഇസായും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഉള്ളവനിൽ ഏറ്റവും ഇളയവനത്രേ, അവൻ ആടുകളെ മേച്ചു വനാന്തരത്തിൽ. പ്രിയതേ മക്കളെ, നിന്നെക്കുറിച്ച് പലരോടും പലതും ചോദിക്കുമ്പോ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണമെന്നില്ല, നിന്റെ യോഗ്യതയെക്കുറിച്ച് പറയണമെന്നില്ല. പക്ഷെ അവരുടെ കണ്ണിന് മുമ്പിൽ കാണാത്ത ചില യോഗ്യതകൾ നിന്നെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. എന്തിനാ? നിന്നെ ചിലതിന്റെ മധ്യ ഉയർത്തേണ്ടതിനായി, നിന്റെ ചിലതിന്റെ മധ്യ തല ഉയർത്തി നിർത്തേണ്ടതിനായിട്ട്. അവർ യോഗ്യന്മാരെന്ന് പറഞ്ഞ് കാണുന്നവരുടെ മേൽ പകരപ്പെടാത്ത ചിലത്, അവർക്ക് കൈമാറാത്ത ചിലത് നിന്റെ മേൽ പകർന്നു തന്ന് നിന്നെ പുറത്തെടുക്കേണ്ടതിനായിട്ട്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുതേ, ആകുലപ്പെട്ടു പോകരുതേ. കർത്താവ് നിന്നെ ഒരു നാളും കൈവിട്ട് കളയുകയില്ല. ആരൊക്കെ നിങ്ങളെ കൈവിട്ട് കളഞ്ഞാലും എൻ്റെ യേശു കർത്താവ് നിങ്ങളെ കൈവിട്ട് കളയില്ല.
പ്രിയതേ മക്കളെ, ആ ഒരു ധൈര്യം, ആ ഒരു ഉറപ്പ്, ആ ഒരു പ്രത്യാശ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കരം പിടിച്ചിരിക്കുന്നത് കരം വിട്ട് കളയുന്ന ഒരു ദൈവമല്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ കരം പിടിച്ച് നടത്തേണ്ടതിനായിട്ട് നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, ഒരു കുഞ്ഞുകുട്ടി നടക്കുമ്പോ, ഒരു അപ്പൻ കരത്തിൽ പിടിച്ച് നടക്കുമ്പോ, ഹല്ലേലൂയ, ആ കുഞ്ഞിനൊരു ധൈര്യമുണ്ടാകും, ഒരു ഉറപ്പോടെ നടക്കും. കാരണം എന്താ? അപ്പൻ വിട്ട് കളയത്തില്ല. അങ്ങനെ നിന്നെ കരം പിടിച്ചിരിക്കുന്നത് നിന്നെ കൈവിടാത്ത അരുമരക്ഷകൻ എത്ര. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം കൈവിടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കുന്ന ആരുടെ ഉള്ളിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, ആ കർത്താവിന്റെ സ്നേഹത്തെ കൊണ്ട് കർത്താവ് പൊതിയെ. സ്തോത്രം. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ ഇന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു പൽക്കാലം അത്രേ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആരൊക്കെ നിന്നെ കൈവിട്ടാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശുപ്പൻ നിന്റെ കൂടെയുണ്ട്. ആ അപ്പന്റെ ചിറകിന്റെ മറവിൽ നീ അഭയം പ്രാപിക്കുമ്പോൾ നിനക്കൊരു കേടും പറ്റാതെ നിന്നെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കും. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റുവാനായിട്ട് ഇടയത്തിനും ദൈവം നിന്റെ തല ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, നീ ശബ്ദം കേൾക്കുമ്പോ എല്ലാവരും കൈവിടപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടവരായി ഒരു ഉറ്റ സ്നേഹത്തിനു വേണ്ടി കർത്താവെ വെമ്പൽ കൊള്ളുന്ന അവർ കാണും. കർത്താവെ, അവരോട് ദൈവം കൃത്യമായി സംസാരിച്ചതിനായി സ്തോത്രം. ഈ ശബ്ദം അവർ കേൾക്കുമ്പോൾ കർത്താവെ, കൈവിടപ്പെടാത്ത, കൈവിട്ട് കളയാത്ത അരുമരക്ഷകന്റെ സ്നേഹം, ഹല്ലേലൂയ, ഈ പകൽക്കാലം അവരെ പൊതിയട്ട്. കർത്താവെ, ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഒരു പ്രത്യാശ, ഹല്ലേലൂയ, ഓരോരുത്തരുടെ ഉള്ളത്തിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് കൈമാറുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ, ഉറപ്പുള്ളവരായിരിക്കട്ടെ. കർത്താവേ, കൈവിടപ്പെട്ട് നിരാശയിലായിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം കൃത്യമായി ദൈവം ഇടപെടണമേ. അങ്ങയുടെ സ്നേഹം അവരെ പൊതിയണമേ. അങ്ങയുടെ മാറോട് ഈ പകൽക്കാലം തന്റെ മക്കളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ ജനത്തിന്റെ വിഷയങ്ങളുടെ നടുവിലേക്ക് കർത്താവ് സഹായനായിട്ട് ഇറങ്ങിച്ചെല്ലുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവരുടെ കണ്ണുനീരുകളെ ദൈവം തുടയ്ക്കണം. കൂടി ചേർത്ത് പിടിക്കേണ്ടവർ കൈവിട്ട് കളയുമ്പോ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, വേദനകൾ, മുറിപ്പെടുന്ന അനുഭവങ്ങളുടെ നടുവിൽ ചേർത്ത് പിടിക്കുന്ന ആണിപ്പിടികളാൽ കരത്തിൽ അടിക്കപ്പെട്ട ആ കരം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം, സാന്ത്വനം തന്റെ ജനം തിരിച്ചറിയട്ടെ. കർത്താവേ, അതിനായി അങ്ങയുടെ സ്നേഹത്തെ അവരുടെ മേൽ പതിപ്പിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്നേഹനിധിയായിരിക്കുന്ന കർത്താവിന്റെ സ്നേഹം കർത്താവ് ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അതിലൊത്തവണ്ണം ജീവിപ്പാൻ, അമാറോട് ചേർന്ന് നിൽപ്പാൻ തന്റെ ജനത്തെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മാനവും മഹത്വവും അങ്ങേയ്ക്കായി തരുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.